അന്താരാഷ്ട്ര ഭൂപടത്തിൽ ഇടം പിടിച്ച പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയിലെ പരിപാവനമായ പാപനാശ തീരത്തിലാണ് ഈ ദുർഗതി. പാപനാശം കുന്നുകളിലൂടെ തീരത്തേക്ക് മലിനജലം പ്രവഹിക്കുകയാണ്. കുന്നിൻ മുകളിലെ റിസോർട്ടുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നും മല തുരന്ന് പൈപ്പുകൾ സ്ഥാപിച്ച് തീരത്തേക്ക് മലിനജലം ഒഴുക്കിവിടുകയാണ് ചെയ്യുന്നത്. തീരത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇത് വലിയ ദുരിതമായി മാറുകയാണ്. രാത്രികാലങ്ങളിൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും മലിനജലം പമ്പ് ചെയ്ത് തീരത്തേക്ക് ഒഴുക്കുന്നു. മലിനജലം തീരത്ത് കെട്ടിക്കിടക്കുന്നത് മൂലം അസഹനീയമായ ദുർഗന്ധം വഹിക്കുന്നുണ്ട്. കുന്നുകൾ തുരന്ന് പൈപ്പുകൾ സ്ഥാപിക്കുന്നത് മൂലം കുന്നുകളുടെ സ്വാഭാവിക ഘടന നശിച്ച് കുന്നിടിച്ചിലിന് വഴിവെക്കുന്നു. മലിനജലം ഒഴുക്കിവിടുന്നത് കൂടാതെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് ഖരമാലിന്യങ്ങളും തീരത്തേക്ക് വലിച്ചെറിയുന്നതും പതിവാണ്. വർക്കല നഗരസഭയും ആരോഗ്യ വിഭാഗവും ഇതൊക്കെ കണ്ടില്ലെന്നും നടിക്കുന്നു. റിസോർട്ട് ഉടമകളുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് കാരണം. തീരത്തേക്ക് ഒഴുകിയിറങ്ങുന്ന മലിനജലം കടലിലെ വെള്ളവുമായി കലരുന്നുമുണ്ട്. ഒരുപാട് റിസോർട്ടുകാരും റെസ്റ്റോറൻറ്റുകാരും നമ്മുടെ ആ ക്ലിഫിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ഒരു 12 മണിക്ക് ശേഷം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകാരാണ് അവരെ മാലിന്യങ്ങൾ നേരെ ക്ലിഫിലോട്ട് അയക്കുന്നത്. നമ്മുടെ ഒരു പൈപ്പ് വഴിയാണ് മാലിന്യങ്ങൾ നമ്മളെ ക്ലിഫിൻ്റെ താഴോട്ട് അടിച്ചു വിടുന്നത്. ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് കക്കൂസ് മാലിന്യങ്ങൾ, കക്കൂസ് വേസ്റ്റുകൾ അടക്കമാണ് ഇവിടെ ക്ലിഫിലോട്ട് താഴോട്ട് തള്ളുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ തെളിവ് എവിഡൻസ് അടക്കം നമ്മൾ കൊടുത്തിട്ട് പോലും അവരിത് ചെയ്യാറില്ല. വർക്കലയുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ്. ടൂറിസം ഇല്ലാതാവും, ആൾക്കാർ ഇങ്ങോട്ട് വരാൻ മടിക്കും. കാരണം ദുർഗന്ധം കാരണം ആൾക്കാർ മടിക്കും. വർക്കലയുടെ ടൂറിസം സാധ്യതകളെ തകർക്കുന്ന ഇത്തരം ചെയ്തികൾക്കെതിരെ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു.